എനിക്കൊരു പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആ പേരിൽ ഞങ്ങളെ ആരും അറിയുന്നില്ല. കാരണം ഗവൺമെൻറ് ഞങ്ങളുടെ ഭൂമിയും വീടും ഒക്കെ ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഓരോ അക്കങ്ങളാണ്. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ വീടുകളിൽ കാണുന്ന നമ്പറിനെ പറ്റിയാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. ഈ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ട് ഏതാണ്ട് 2 വർഷമാകുന്നു. ആ കാലം അത്രയും നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് ഈ മനുഷ്യർ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ തിരുവനന്തപുരം കാട്ടാക്കട റോഡ് സൈഡിലാണ്. എൻ്റെ വീട് ഈ റോഡ് സൈഡിലാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നതായ എൻ്റെ ഭൂമിക്ക് അവരിട്ടിരിക്കുന്നതായ വില 3.25 ലക്ഷം രൂപയാണ് സെൻറ്റിന്. സ്ഥലവില ഇപ്പോൾ ഇവിടെ ഏകദേശം 14 ലക്ഷം രൂപയുണ്ട് സെൻറ്റിന്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇവർ തരുന്ന മൂല്യം വെച്ചിട്ട് ഒരു സെൻറ്റ് ഭൂമി ഈ സ്ഥലത്ത് മേടിക്കാൻ പറ്റില്ല. തിരുവനന്തപുരം തച്ചോട്ടുകാവിന് സമീപത്തെ പൊട്ടങ്കാവിലെ കുടുംബങ്ങളാണ് ആശങ്കയറിയിക്കുന്നത്. കഴിഞ്ഞ 20 മാസമായി ഇതുപോലെ പല ചർച്ചകൾ നടത്തി, പലയിടങ്ങളിൽ നിവേദനങ്ങൾ നൽകി. ഒടുവിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. നാടും വീടും തട്ടിയെടുത്ത് തെരുവിലിറക്കാൻ നോക്കണ്ട. വെങ്ങാനൂർ പഞ്ചായത്താണിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ പഞ്ചായത്ത് റോഡ് സൈഡിൽ ഞങ്ങൾക്ക് 5,40,000 രൂപ ഇട്ടത് ഇപ്പോഴവർ 2 ലക്ഷം വെട്ടിക്കുറച്ചിട്ട് 3,40,000 എന്ന് പറയുകയാണ്. ഇത് നമ്മൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന വിലയല്ല. എൻ്റെ പരിസരത്ത് അവിടെ എല്ലാം 10 ലക്ഷത്തിന് മുകളിലുണ്ട് ഒരു സെൻറ്റിന്. വളരെ ആഗ്രഹിച്ച് വെച്ച വീടാണ്. ഒത്തിരി വർഷത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് ഭയങ്കര വെച്ചാൽ ഞങ്ങളെ ഓരോ ഇഷ്ടം അനുസരിച്ച് വെച്ച വീടാണ്. വച്ചിട്ട് 7 വർഷമേ ആവണുള്ളൂ. ഇപ്പോൾ കളക്ടറേറ്റിൽ പോയി വില ചോദിച്ചപ്പോൾ ഒരു സെൻറ്റിന് 5 ലക്ഷം രൂപയാണ് പറയണത്. ഇവിടെ ഒരു വസ്തുവിനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റ് വസ്തുവിന് 8-8.5 ലക്ഷം രൂപ വിലയുണ്ട്. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളും സമാനമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിലാസങ്ങൾ അക്കങ്ങളായി, സ്വന്തം ഇടം വികസനത്തിനായി വിട്ടുകൊടുത്തു. പകരം ആവശ്യപ്പെടുന്നത് ലഭിക്കേണ്ട നീതിയാണ്. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.